എംപുരാൻ ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗം റീസെൻസറിങ്ങിനും കട്ടിങ്ങിനും മുന്നേ കണ്ടു തീർത്തു. വില്ലൻ്റെ പേര് ബജ്റംഗി എന്നുള്ളപ്പോൾ തന്നെ ഒരു സിനിമയോട് എന്തിനിത്ര വിരോധം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ഞാൻ ഘോരാഘോരം വാദിക്കുന്നില്ല. കാരണം നിർമ്മാതാക്കൾ തന്നെ വാഴപ്പിണ്ടി നിലപാടും മാപ്പും കോപ്പുമായി മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഉണ്ടാക്കി വിട്ടവനില്ലാത്ത ദണ്ണവും നിലപാടും നമുക്കെന്തിന്? സർവത്ര രാഷ്ട്രീയ പാർട്ടികൾക്കിട്ടുമുള്ള നിരവധി കൊട്ടുകൾ, ഡാം വിഷയം, കലാപം ഇതെല്ലാം ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. മാപ്പ് പറയാത്തിടത്തോളം എഴുത്തുകാരൻ്റെ ധൈര്യം അംഗീകരിക്കുന്നു. ഇനി ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയ്ക്ക് സിനിമയിലേക്ക് വരാം. ലൂസിഫർ പ്രതീക്ഷിക്കരുത് എന്ന് പല പോസ്റ്റും കണ്ടു. അതിൻ്റെ രണ്ടാം ഭാഗത്തിന് പിന്നെ നാടോടിക്കാറ്റ് പ്രതീക്ഷിക്കണം. സ്പോയിലറുകൾ ഉണ്ടാകും, കാരണം ഇനി ഇത് കാണാൻ ചർച്ചയാവാൻ അധികം ആളുകൾ ബാക്കിയില്ല. ഫസ്റ്റ് ഡേ മഹാനടൻ്റെ ഫാൻസിൻ്റെ ഡീഗ്രേഡിംഗ് ഏറ്റില്ല. 6-ാം മണിക്കൂറിൽ പ്രീ HD പ്രിൻ്റ് ലീക്കായി, അതും ബാധിച്ചില്ല. നെഗറ്റീവ് റിവ്യൂ, മിക്സഡ് റിവ്യൂ, അതും എമ്പുരാനെ ബാധിച്ചില്ല. കേരളത്തിന് പുറത്ത് നെഗറ്റീവ് റിവ്യൂ ആണ്. പിന്നെ ഇപ്പോഴത്തെ വർഗീയ കലാപം, ഇതിനെയെല്ലാം കടന്ന് സിനിമ ഹിറ്റാണ്, അന്യായ കളക്ഷനാണ്. ഇത്രയുമായിട്ടും ഈ സിനിമ വീഴാത്തത് ലാലേട്ടനായതുകൊണ്ടാണെന്ന് ആരൊക്കെയോ മൊഴിയുന്നു. അല്ലേ അല്ല. ഫസ്റ്റ് ഡേ നെഗറ്റീവ് വന്ന എത്രയോ ഏട്ടൻ പടം തകർന്നു വീണിരിക്കുന്നു. ഈ സപ്പോർട്ട് ലൂസിഫർ ഫാൻസിൻ്റെയും പൃഥ്വിരാജ് എന്ന സംവിധായകനിലുള്ള വിശ്വാസവും മാത്രമാണ്. ആ വിശ്വാസം കാത്തോ എന്നാൽ അതുമില്ല. നിർഗുണമായ സ്ക്രിപ്റ്റ്, പറ്റുന്ന പോലെ അതിൽ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പടത്തിൽ സർവോപരി നന്മമരമായിരുന്ന ഒരു ക്യാരക്ടറിനെ യാതൊരു മോട്ടീവുമില്ലാതെ വില്ലനാക്കുന്നു. ഗോവർദ്ധൻ ഫ്രം സോഷ്യൽ മീഡിയ ഈ നാടിനെ രക്ഷിക്കാൻ ഇന്ത്യൻ താത്ത വരണമെന്ന് പറയുന്ന പോലെ സ്റ്റീഫനെ വിളിക്കുന്നു. കം ബാക്ക് സ്റ്റീഫൻ, ഈ നാടിനെ നിങ്ങൾക്കേ രക്ഷിക്കാനാവൂ. കാക്കാനും തകർക്കാനും ശേഷിയുണ്ടെന്ന് കാണിക്കുന്ന സ്റ്റീഫനിൽ നിന്നും കേരളം രക്ഷിക്കാനെത്തുന്ന സിൻഡിക്കേറ്റ് ഡോണായി ക്യാരക്ടർ പോയ പോക്കെങ്ങോട്ടാന്ന് നോക്കണം. നെടുമ്പള്ളി മണ്ഡലമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന ഒരു വിവരക്കേട് കൂടി പറയാമായിരുന്നു. അത്രയ്ക്കുണ്ട് നെടുമ്പള്ളി ബിൽഡപ്പ്. സിനിമ സയ്യദ് മസൂദിൻ്റെ കുട്ടിക്കാലത്തിൽ തുടങ്ങി ദൈവപുത്രൻ ധൂർത്തപുത്രനുമായി. 1-ാം മണിക്കൂറിലാണ് മോഹൻലാൽ സ്ക്രീനിലെത്തുന്നത്. ഹെലികോപ്റ്റർ ഷൂട്ടൗട്ട്, ബിൽഡപ്പ് ഒക്കെ കഴിഞ്ഞ് ചേരാത്ത കോസ്റ്റ്യൂം വലിച്ചു കയറ്റി നിർവികാരമായ ഒരു ഇൻട്രോ. കാര്യമായ ഡയലോഗ് ഒന്നും തന്നെയില്ല. ശേഷം ഒരു ഗോസ്റ്റ് സെറ്റപ്പ് സെക്കൻഡ് ഇൻട്രോ. അതിൽ ഷിറ്റ് സ്പോയിലറുകളുണ്ട്, വിട്ടേക്കാം. വർഗീയ ശക്തികൾ ആധിപത്യം സ്ഥാപിച്ച് നാടിനെ രക്ഷിക്കാൻ അബ്രാം ഖുറേഷി എത്തുന്നു. സ്ത്രീ ശാക്തീകരണം കുത്തിക്കയറ്റാൻ മഞ്ജു വാര്യരുടെ കുറേ സ്പീച്ചുണ്ട്, നിർവികാരത മാത്രം. ചെകുത്താൻ, മഹിരാവണൻ, ഈ ഡയലോഗൊക്കെ പതിഞ്ഞ താളത്തിൽ സ്റ്റീഫൻ തന്നെ പറഞ്ഞ് ബിൽഡപ്പ് കൊടുക്കുന്നു. ബൈബിൾ വായിക്കും പോലെയുള്ള ഡയലോഗ് ഈ സിനിമയിൽ വർക്കായിട്ടില്ല. ആന എന്ന് പറയുമ്പോൾ ചേന എന്ന് പറയുന്ന തരം ഡയലോഗുകളാണ്. ഒരൊറ്റ ക്യാരക്ടറിനും ഡെപ്തില്ല, നല്ലൊരു വില്ലനില്ല, ആരും പ്രതീക്ഷിച്ച ഗസ്റ്റ് അപ്പയറൻസുകളില്ല. കട്ട് ചെയ്യുമ്പോൾ പൈസ മുടക്കിയവൻ്റെ തോന്നിയാസമായ ഒരപ്പനും മകനും സിനിമയിലുണ്ട്. അതങ്ങ് തൂക്കിയിരുന്നേൻ ഒരുപാട് നന്നായേനെ. ആരൊക്കെയോ ഡയറക്ഷനിൽ കൈകടത്തിയ പോലെ തോന്നുന്നു. ഫോറസ്റ്റ് ഫൈറ്റ് സീൻ, പൃഥ്വിരാജിൻ്റെ ഇൻട്രോ, അല്ലാതെ നിലവാരമുള്ള സീൻസ് തീരെ കുറവാണ്. ലൂസിഫറിൻ്റെ സ്പൂഫ് കളിക്കാൻ നോക്കുന്ന നായകനും പുതിയ വില്ലനും. സയ്യദിൻ്റെ പ്രതികാരത്തിൽ തുടങ്ങി അവസാനിക്കുന്ന ഈ സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് ഉദയകൃഷ്ണ, വൈശാഖ്, ബി ഉണ്ണികൃഷ്ണൻ റേഞ്ചാണ്. ഒരിടി പൃഥ്വി, ഒരിടി ലാൽ, ഒന്നിച്ചൊരു ഫ്രെയിമിൽ സ്റ്റാർഡം കീപ്പ് ചെയ്യാൻ എണ്ണി ഇടിക്കുന്ന ഇടികൾ. ഉദാഹരണം പോക്കിർ രാജ ജില്ലാ ഫൈറ്റ് സീൻസൊക്കെ പോലെ. ഇതൊക്കെ പൃഥ്വിരാജ് ചെയ്യുമ്പോൾ വളരെ വളരെ മോശമാണ്. ആളുകളൊന്നും ഇതല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മളറിയുമായിരുന്ന ഖുറേഷി കേരളം രക്ഷിക്കാനും കുടുംബം രക്ഷിക്കാനും വളർത്തുപുത്രനെ സംരക്ഷിക്കാനും സ്വന്തമായി ബൈബിൾ ഡയലോഗ് കടമെടുത്ത് വന്ന് കവലച്ചട്ടമ്പിയാകുന്ന ലെവൽ അസഹനീയമാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് സയ്യദിന് കൊടുത്ത വാക്കാണ് ക്ലൈമാക്സ്. ഇത്രയും സെറ്റപ്പുള്ള ഖുറേഷി 23 വർഷം വില്ലനെ വളർത്തി വലുതാക്കി. എന്തിന്? തൂക്കം കൂടിയിട്ട് വെട്ടാൻ ഇത് പോത്തോ പന്നിയോ ആയിരുന്നു? ദൈവപുത്രനായി എത്തിയവൻ്റെ സ്റ്റാർ വാല്യൂ പോലും നോക്കാതെ നിർഗുണനാക്കി വിട്ടു എമ്പുരാനിൽ. ശേഷം ചൈനീസ് കുക്ക് എന്നൊരു റിവ്യൂവർ വിശേഷിപ്പിച്ച വില്ലൻ ഖുറേഷിക്കിട്ടും പണിതിട്ട് അന്വേഷിച്ചു പോകുന്നു ഖുറേഷിയുടെ പാസ്റ്റ് ബോംബെ, അപ്പോൾ KGF. സിൻഡിക്കേറ്റ് ഡോൺ ചപ്രി കവലച്ചട്ടമ്പിയായി അവതരിക്കുന്നു. ചെറുപ്പകാലത്ത് വരുന്ന നടൻ്റെ പേര് പറയുന്നില്ല. ജൂനിയർ ഏട്ടൻ. അയ്യേ, ഇത് പൃഥ്വിരാജ് തന്നെയല്ലേ സംവിധാനം ചെയ്തത്? നമ്മൾ കണ്ടത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമല്ലേ? കുടുംബക്കാരെയും നിർമ്മാതാക്കളെയും കുത്തിക്കയറ്റി സിനിമ കുളമാക്കി മറ്റു വിവാദങ്ങളുണ്ടായപ്പോൾ സ്വയം കൈ കഴുകി ഇവർക്കൊക്കെ വേണ്ടി ഈ രണ്ടാം ഭാഗം പിടിക്കരുതായിരുന്നു. ലൂസിഫറായി നിൽക്കുമായിരുന്നു. ഇനി 3-ാം ഭാഗം സംഭവിച്ചാൽ ഇപ്പോഴത്തെ ലോജിക്ക് വെച്ച് മഞ്ജുവിനെ കൊല്ലാൻ വരുന്ന ഖുറേഷി അതുകൂടി കാണാൻ വയ്യ. ഇപ്പോഴത്തെ വിവാദങ്ങൾ അടങ്ങി OTT എത്തുമ്പോൾ തീർച്ചയായും ഈ സിനിമ ഒരു ട്രോൾ മെറ്റീരിയലാവും. ഇപ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അന്ന് മനസ്സിലാവും. നമ്മൾ അറിഞ്ഞും അറിയാതെയും സപ്പോർട്ട് ചെയ്ത ഒരു മലങ്കൾട്ട് സാധനത്തെ ആയിരുന്നു എന്ന് കാലം തെളിയിക്കട്ടെ.